മരട് മരട് എവിടെ മരട് 300 രൂപ കേട്ടോ 300 രൂപയോ മരടിലേക്കോ ഇവിടുന്ന് അത്രയൊന്നും ആവൂലെന്ന് പറഞ്ഞു ആര് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നാ പിന്നെ അയാളോട് ഉണ്ടാക്കാൻ പറ ചേട്ടാ 300 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത കാര്യല്ലേ 300 രൂപ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു ചേട്ടാ ആ കുണ്ടന്നൂര് വഴി വേണം അങ്ങോട്ട് പോവാൻ അവിടെ കാക്ക കുണ്ടും കുഴിയാണ് ഈ ഓട്ടോറിക്ഷ ആയി പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ് ഇപ്പൊ ഇന്നലെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ ആ കുഴിപ്പെട്ട് കഴിഞ്ഞിട്ട് കയറ് കെട്ടി വലിച്ചെടുക്കുക ചെയ്തത് ആ വഴിക്ക് വാഹനങ്ങളൊക്കെ പോകണ്ടല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഓട്ടോറിക്ഷ പോകില്ല ഇതിലും നല്ല ഓൺലൈൻ ടാക്സി വിളിച്ച് പോകണല്ലേ നിങ്ങൾ പോയിക്കോളും പോണ്ടെന്ന് ഞാൻ പറഞ്ഞ പക്ഷെ ഓന അതുവരെ വരൂ ഇതുവരെ വന്നു കഴിഞ്ഞാൽ എന്റെ മുട്ടുകാരെ ഞങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ഇതൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടാഴ്ച വരുന്ന നിങ്ങള് അപ്പൊ നിങ്ങള് ഓട്ടോറിക്ഷ ടാക്സി അല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യാം 300 രൂപ ഇതിലേക്ക് പോകും അതല്ലെങ്കിൽ ഇറങ്ങ വണ്ടി ബസ്സിനൊന്നും പോണെങ്കിൽ അവിടെ ഇരിക്കുന്നത് ഈ 300 രൂപ എന്ന് പറഞ്ഞ കുറച്ച് അധികം അത് ഇങ്ങനൊരു സാധാരണക്കാരനല്ലേ എന്റെ പൊന്നു സുഹൃത്തെ നിങ്ങൾക്ക് ഈ കുണ്ടന്നൂരിനെ പറ്റി അറിഞ്ഞൂടെ ആ കുണ്ടിലും കുഴിയിലും പെട്ടിട്ട് വേണം ഈ മരട് എന്താ പ്രശ്നം എന്താണ് അതെ കുണ്ടന്നൂർ വഴി മരട്ട് പോണ്ടേ അതിന് 300 രൂപ പറഞ്ഞത് അധികമായി പുള്ളി പറയണത് സത്യം ഒരൊറ്റ അടി വെച്ചെന്നല്ല എന്തിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് 500 രൂപയെ കുറഞ്ഞ് അങ്ങോട്ട് പോകരുത് 500 ഈ ഹോസ്പിറ്റലിലെ ആൾക്കാർ പറഞ്ഞത് ഇത്രയൊന്നും പൈസ ആവില്ല പിന്നെ നിങ്ങൾ എങ്ങനെ 500-ന്റെ 300-ന്റെ കണക്ക് പറയാ ഹോസ്പിറ്റലിലെ ആൾക്കാർ പറഞ്ഞെങ്കിൽ നീ ഹോസ്പിറ്റലുകാരുടെ വണ്ടി വിളിച്ചു പൊക്കോ ഞാൻ പറഞ്ഞത് എന്റെ പൊന്നി അങ്ങാതെ ഈ കുണ്ടന്നൂരിനെ കുറിച്ചൊക്കെ അറിയാവോ അതിന് അങ്ങേരി നാട്ടുകാരനല്ലാന്ന് ഇപ്പൊ എവിടെയുള്ള മനുഷ്യരായാലും ഈ കുണ്ടന്നൂരിന്റെ കുഴിയെ കുറിച്ചും പാലാരിവട്ടത്തെ പാലത്തെ കുറിച്ചും വയറ്റിലെ കുറിച്ചും അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടാ എറണാകുളം മുഴുവൻ കുളമായി കിടക്കണം ഞങ്ങൾ വല്ലാണ്ട് മക്കാറാക്കണ്ട ഈ സാധാരണക്കാരെ വല്ലാണ്ട് പിഴിയരുത് അത്രേ പറഞ്ഞിട്ടുള്ളൂ അതെ ഇയാൾക്ക് ഇപ്പൊ 300 രൂപ എടുത്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ 300 പറഞ്ഞു പോയുണ്ട് സത്യം ഇനി ആവർത്തിക്കരുത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വന്നവരാ നമ്മള് അയൽവാസിയാണ് മൂപ്പരെയും കൊണ്ട് പോവാണ് ഒരു ഇത്തിരി മനസ്സ് കാണിക്കുന്നുണ്ട് എന്റെ പൊന്നു ചേട്ടാ നിങ്ങൾ 300 രൂപ തരുമെങ്കിൽ വണ്ടി എടുക്കും 300 രൂപയുടെ മനസ്സേ അയാളുള്ളൂ 300 നന്നാവും സത്യ വണ്ടി എടുക്കും പിന്നെ പോണ വഴിക്ക് ആ മെഡിക്കൽ ഷോപ്പിലൊന്ന് നിർത്തണേ മെഡിക്കൽ ഷോപ്പിൽ നിർത്താൻ പറ്റില്ല എന്റെ ചേട്ടാ അതെന്തോ നിർത്താൻ പറ്റാത്ത അതെ 2 മിനിറ്റ് കേട്ടാ 2 മിനിറ്റ് നിർത്തി തരുന്നു കൂടുതൽ നിർത്താൻ പറ്റില്ല അതിനെ ഞാൻ മെഡിക്കൽ ഷോപ്പ് കച്ചവടാക്കാൻ പോകല അവിടെ ഒരു മരുന്ന് മേടിക്കാൻ പോവാണ് കൂടുതൽ നേരം നിർത്തണമെങ്കിൽ വെയിറ്റിംഗ് ചാർജ് തരണം അതാ വെയിറ്റിംഗ് ചാർജ് നിങ്ങളിപ്പോ ചോദിച്ച പൈസ ഞാൻ തരാന്ന് പറഞ്ഞു 300 രൂപ അതിലപ്പുറം വെയിറ്റിംഗ് ചാർജ് തരാൻ പറ്റില്ല പറ്റിക്കൽ ഇടിക്കുന്നത് എന്റെ പൊന്ന് ചേട്ടാ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്ക് 2 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയാണ് 500 രൂപ ഓട്ടം കിട്ടും ചിലപ്പോ 2 മിനിറ്റ് കൊണ്ട് 500 രൂപ കൊണ്ട് ഓടിയല്ലേ നിങ്ങൾ ഈ പറഞ്ഞു നിൽക്കുന്ന സമയം നിങ്ങൾ വണ്ടി എടുക്കാൻ നോക്കി മിസ്റ്റർ ചെല്ലി ഇതൊക്കെ കുടുംബത്തിലേക്കല്ലേ പോണ പൈസ കുറെ ദിവസമായിട്ട് ഈ നെറ്റ് ഭയങ്കര സ്ലോ ആണ് എത്ര മാനേ 40 അല്ലേ എന്താ പേര് ചാരിജാതൻ അപ്പൊ ഇങ്ങനെ 40 രൂപയാണ് അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ ഒന്നിങ്ങോട്ട് പോയോ ഒന്ന് എന്റെ കൂടെ ഒന്ന് ഇതുവരെ ഒന്ന് വിടുവാ ഒരു കാര്യം പറയാം അവിടെ എത്തിക്കോട്ടെ അവിടെ എത്തി ഇങ്ങോട്ട് പോരാ ഇങ്ങോട്ട് പോരാ മനെ അതെ നിങ്ങളുടെ കൂട്ടത്തില് ഒരു എന്താ ഈ കാട്ടുപന്നിക്ക് മീശ വെച്ചാൽ മാറ്റി ഒരു ചങ്ങായി ഉണ്ടല്ലോ എന്താ ഈ കയ്യുമ്മ നടത്തി ചരട്ടൊക്കെ ആയിട്ട് ആള് ഇവിടെ ഉണ്ടോ ഓന് ഇവിടെ ഉണ്ടോ അവിടെ അവിടെ അത് ശരി നിൽക്കട്ടോ ഒരു മിനിറ്റ് ഹലോ ഒന്നും ഇങ്ങോട്ട് വരി നിങ്ങളെ ഫ്രണ്ടിൽ വിളിച്ചേക്കാം അല്ല ഞങ്ങൾ ഓട്ടം പോകാനൊന്നുമില്ല ഇങ്ങോട്ട് വായോ ഒരു കാര്യം പറയാനാണ് ഒന്നുമില്ല അങ്ങോട്ട് വായോ ഒരു കാര്യം പറയാം ഇങ്ങോട്ട് വായി മന വെച്ചിട്ടോ അതെ നിങ്ങളോട് എല്ലാവരോടും കൂടിയിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടോ ഈ കാണുന്നതും മോട്ടോർസാണ് ഓൻ ഓടിച്ചിട്ട് വന്നിട്ടില്ല ആ കാണുന്നതും മോട്ടോർസാണ് അതിന് നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടോ നമ്പർ വ്യത്യാസമുണ്ട് നമ്പറല്ലടാ ചോദിക്കണോ വണ്ടി 2 തന്നെയല്ലേ ഓട്ടോർസ് തന്നെയല്ലേ അതിന് നിങ്ങൾക്ക് സംശയമില്ലല്ലോ നിങ്ങളും മോട്ടോർസ് ഡ്രൈവറാണ് ഇവനും മോട്ടോർ ഡ്രൈവറാണ് ഇവരും ആയിക്കോട്ടെ അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇല്ല നിങ്ങൾ എന്താ സംശയം തീർക്കാൻ വേണ്ടി എടോ പറഞ്ഞു വരട്ടോ ഇജ്ജ് തിക്ക് നിരക്കുണ്ടാക്കല്ലേ പറയട്ടെ അപ്പൊ ആ നിലക്ക് ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു അതായത് ഓന്റെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മുടെ പസ്നിത്തോട് പാലത്തിന്റെ അവിടേക്ക് വാടക കൊണ്ടുപോയി അവിടെ ചെന്നിറങ്ങിയപ്പോ ഓൻ്റെ വാടക മേടിച്ച് എത്ര വെച്ചിട്ടുണ്ടോ എത്ര വാങ്ങിയത്
സാധാരണ മേടിക്കണം 120 രൂപ. ആ സാധാരണ 120 രൂപ ആയിക്കോട്ടെ ഇജ്ജ് മേടിച്ച്. അവിടുന്ന് അതേമാതിരി തന്നെ ഇന്ന് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടെ വന്നിറങ്ങിയപ്പോ ഓ മേടിച്ചിട്ടുണ്ടെന്ന് എത്രയാണ്? എത്ര മേടിച്ചായി? മീറ്റർ കണ്ട് മീറ്റർ മീറ്ററിൽ ഉണ്ടായിരുന്ന 40 ഉറുപ്പ്യ. എന്താ അവിടുന്ന് ഇങ്ങോട്ട് വഴി കുറവുണ്ടോ ഇങ്ങോട്ട് വരുമ്പോ? ഇവനല്ലേ ഇവൻ ചിലപ്പോ പലരും വെറുതെ കൊണ്ടുവരും. ഇവൻ ആ തിയേറ്ററിന്റെ അവിടെ പറഞ്ഞോനാ നാട് നേരാക്കാൻ നടക്കണം. അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ നാട് നശിപ്പിക്കാൻ നീയൊക്കെ ഞങ്ങളെ ഓട്ടോറിക്ഷക്കാരെ വില കളയാനാ? ഇവന് കുടുംബവും പിള്ളേരൊന്നുമില്ല, ഞങ്ങൾക്ക് ചെലവ് കൂടുതലുള്ളതാണ്. അത് ശരി. അപ്പൊ നിങ്ങൾക്കുള്ള ചെലവിനൊക്കെ ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് കായ് വാങ്ങലാ? ഞങ്ങള് കുടുംബം ജീവിക്കാൻ ചെങ്ങായി അതിനല്ലടോ നിങ്ങളെ വണ്ടിയിൽ ഒരു മീറ്റർ വെച്ചിട്ടുള്ളത്. അതിന്റെ കണക്ക് പ്രകാരം കായ് മേടിക്കാൻ പാടില്ലെന്ന് നിയമല്ലടോ ഇല്ലേ? ആ നിയമം തെറ്റിക്കാൻ നിങ്ങൾക്ക് ആരാ ഇത് തന്നെ? നാട്ടില് ബാക്കിയുള്ള എല്ലാ നിയമമായിട്ടല്ലേ നടക്കുന്നത്. ഞാൻ ആർ ടി ഒ ആണോ അല്ലെന്നൊന്നും നിങ്ങൾ അറിയണ്ടോ ചങ്ങായി? ഞാൻ ആർ ടി ഓഫീസിൽ പോയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആ സാറിനോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്ത് എന്റെ അധിക വാടക വാങ്ങിയത് ഞാൻ ഒന്നടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ അപ്പൊ എന്താ പറഞ്ഞറിയാം, എനിക്ക് വണ്ടിയിൽ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട്, അതിലെഴുതി കാണിക്കണ കായ് ഞങ്ങൾ കൊടുക്കണ്ടോ? അതിന് കൂടെ അവര് ചോദിച്ചാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരാതി ചെയ്തോളെന്ന് പറഞ്ഞേ. ഇതൊക്കെ പോട്ടെ, കായ് വെച്ചതിനൊന്നും ഞാൻ പറഞ്ഞാൽ അവിടെ കിടക്കട്ടെ. ഒരാള് വാടക വിളിക്കാൻ അങ്ങോട്ട് വരുമ്പോ അവരുടെ അടുത്ത് ഞങ്ങൾ പൂജ, ഞങ്ങൾക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല ഇത് പറയാൻ അധികാരം തന്നെ. ഇവിടെ നിങ്ങൾ ഈ പേട്ടയിൽ വണ്ടിട്ട് ഓടുന്നുണ്ടെങ്കിലേ പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കണ കാരണമാണ് നിങ്ങൾക്കൊക്കെ പെർമിറ്റ് തന്നേക്കണേ. എന്റെ പൊന്നു കാക്ക നിങ്ങൾ പറയണ മുഴുവൻ ശരിയാണ്, ഒക്കെ ഞങ്ങൾ കേട്ടു. ഇനി പോയിക്കോളെ ഒന്ന് അങ്ങനെ പോവാനൊന്നല്ല ഞാൻ വന്നേ. എന്താണ് നിങ്ങൾ ഇത്രയും സമയം വർത്താനം പറഞ്ഞു? ഞാൻ എന്തൊക്കെ മിണ്ടിയില്ല ഇടന്നിട്ട് എന്റെ സത്യേട്ടനെ വിചാരിച്ചിട്ട് എന്ന് എനക്കൊരു കാര്യം പറയാനുണ്ട്. 3 ലക്ഷം ഉറുപ്പ്യ റിക്ഷയാണ് നിങ്ങ കേറിയിട്ട് അതിൽ തരുന്നു 30 ഉറുപ്പ്യോ 20 ഉറുപ്പ്യോ 40 ഉറുപ്പ്യോ. കോടിക്കണക്കിന് ഉറുപ്പയുടെ തീവണ്ടിയിൽ ഞാൻ ഈ ആലുവന്ന് കേറിയിട്ട് ആ വള്ളത്തോൾ നഗറിൽ പോയി ഇറങ്ങിയപ്പോ 20 ഉറുപ്പ്യ കൊടുത്തത്. പിന്നെയാണ് എന്റെ 3 ലക്ഷം ഉറുപ്പ്യ കാര്യം ചെയ്യും യാത്ര ഓട്ടം പോകാനാണെങ്കിൽ ഫ്രണ്ട് വണ്ടി ഇന്നലെ നിങ്ങളെ വണ്ടിയിലൊന്ന് കയറിയത് ഇവിടെ മരടിലേക്ക് ഒരു യാത്ര പോയി ഓർമ്മ ഉണ്ടോ? 300 രൂപ ഞങ്ങളെ അടുത്ത് മേടിച്ചു. നിങ്ങളെയും പറ്റിച്ച 300 രൂപ ഞങ്ങളെ അടുത്ത് മേടിച്ച് ഞാൻ അവിടെ ഹോട്ടലിൽ എത്തിയപ്പോ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് പറഞ്ഞ് ഇവിടെ അങ്ങോട്ട് 120 രൂപന്റെ ഓട്ടോ ഉള്ളൂ. ഇതെങ്ങനെ നിങ്ങൾ 300 രൂപ നിങ്ങൾക്ക് തലക്കെന്തെങ്കിലും സുഖമുണ്ടോ? തലക്കെന്തെങ്കിലും സുഖമുണ്ടോ? എന്തേ കാര്യം ഈ 300 രൂപ എന്നുള്ള വർത്താനം ഞാൻ ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ നിങ്ങളോട് പറഞ്ഞാൽ പറഞ്ഞതാ പിന്നെ ഞങ്ങൾ തരും ചെയ്തില്ല പൈസ തന്നു. പിന്നെ ഇപ്പൊ നിങ്ങളുടെ വർത്താനം പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ ഈ നാട്ടുകാരനല്ല, എനിക്ക് ഇവിടുത്തെ കാര്യമല്ല. പക്ഷെ ഇവിടെ നാട്ടുകാർ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചാണ് 120 രൂപ. നാട്ടുകാർക്ക് എങ്ങനെ അറിയണത്? ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരെ സാധാരണ നിങ്ങളെ ഇന്നലെ ഓട്ടം വിളിക്കുമ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 500 രൂപയുടെ ഓട്ടോ ആണ് ഇയാളെ 300 രൂപയ്ക്ക് വരാൻ സമ്മതിച്ചത്. 200 രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തന്നില്ലേ? ചങ്ങായി മരട് വേടിക്കെട്ടിനില്ലല്ലോ ഈ കായ്. എന്ത് വർത്താനം വെറുതെ അലമ്പ് വർത്താനം. ഒരു കാര്യങ്ങൾ കേട്ടോളി, നിങ്ങൾ പോണ വയ്ക്ക് ഞാൻ മൂപ്പര് പറഞ്ഞ ഇംഗ്ലീഷ് മരുന്ന് ഷാപ്പിലൊന്നും കയറണം, ഒരു മരുന്ന് മേടിക്കാണ്ട് അതിന് വെയിറ്റിംഗ് ചാർജ് വേണം. പിന്നെ വെയിറ്റിംഗ് ചാർജ് വേണ്ടേ? പിന്നെ അതിനുശേഷം ഈ റീചാർജ് ചെയ്യാൻ ഈ കടയിൽ കയറി 5 മിനിറ്റ് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ വെയിറ്റ് ഞങ്ങൾക്ക് വെയിറ്റിംഗ് ചാർജ് തന്നില്ല. ഞാൻ നിങ്ങൾക്ക് വെയിറ്റിംഗ് ചാർജ് എന്റെ വണ്ടിയിൽ നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യണേ എന്തിനാ ഞാൻ നിങ്ങൾക്ക് വെയിറ്റിംഗ് ചാർജ്? നമ്മളെ സമയത്തിന് വിലയൊന്നുമില്ല, നിങ്ങളുടെ സമയത്തിന് വിലയുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രണ്ടാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നമുക്ക് ന്യായം അറിയണം. ഈ 300 രൂപ മേടിച്ചത് എന്തിനാണ്? 120 രൂപ മേടിക്കുന്ന സ്ഥലത്തേക്ക് എന്തിനാ ഈ 300 രൂപ മേടിച്ചത്? നിങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ ഞങ്ങളുടെ നെഞ്ഞത്ത് കാരണം എന്തിനാ? ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരുടെ വിഷമം എന്തെങ്കിലും മനസ്സിലാക്കാത്ത എന്ത് വിഷമാണോ നിങ്ങൾക്ക് ഈ പാവപ്പെട്ട യാത്രക്കാരുടെ കായ് പിഞ്ഞു വാങ്ങിട്ട്? ഞങ്ങളുടെ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ എന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും പണ്ടം പണയം വെച്ചിട്ടാണ് ഞാൻ ഈ ഓട്ടോറിക്ഷ വാങ്ങിയത്. നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ 20 രൂപയ്ക്കും 30 രൂപയ്ക്കും ഓട്ടോ ഓടിയിട്ട് ഒരു ഓട്ടം പിടുന്ന ഓടിപ്പോ തിരിച്ചു വരണം ഉച്ചയാവും. ഇതേപോലത്തെ 2 ഓട്ടോ ഓടി കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുടുംബം പോലെ പറ്റുമോ? എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് ഈ വണ്ടിക്ക് TC അടക്കാൻ പറ്റുമോ? ഇൻഷുറൻസ്, പിന്നെ റേഷൻ കട കഞ്ഞുടിക്കാൻ പറ്റുമോ? ഒക്കെ ഞങ്ങൾക്ക്. പിന്നെ ഇനിയൊരു കാര്യം, 1 ലിറ്റർ പെട്രോളിന്റെ വില എത്ര നിങ്ങൾക്ക് അറിയാമോ? 75 രൂപയാണ്. അത് ഈ വണ്ടിക്കകത്തോട്ട് നിറച്ചിട്ട് ഇവിടുന്ന് ഈ കുണ്ടും കുഴിയൊക്കെ ഇഴഞ്ഞ് നീങ്ങി ഞങ്ങളേക്ക് ചെല്ലുമ്പോൾ 5-10 കിലോമീറ്ററാണ് മൈലേജ് കിട്ടുന്നത്. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് മുതലാവും ഇത്? ഇനി എങ്ങനെ ഒരു ബ്ലോക്കിൽ ചെന്ന് പെട്ടെന്ന് വിചാരിക്കും നിങ്ങൾ? വണ്ടി ഇരുന്ന് കുറുകുറുന്ന് അടിച്ചോണ്ടിരിക്കണം. എണ്ണാണ് കത്തിപ്പോണത്. പൈസ കൊടുത്തിട്ടാണ്. അതൊന്നും അതിന്